തൊട്ടു മഴ വരുന്നുണ്ട്. വേഗം കൂട്ടിലേക്ക് തിരിച്ചു പോ. മഴയത്ത് പനി പിടിച്ചാൽ അച്ഛന്റെ കടയിൽ നിന്ന് ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് കുത്തിവെക്കും. അപ്പം വേദന എടുക്കൂലേ? രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് പോയേ പോയേ. നീ ഒന്നും കേട്ടോ? അച്ഛാ അച്ഛാ, നമുക്ക് മഴവില് കാണാൻ പോയാലോ? ദൈവമേ, എടാ മഴയുണ്ടെങ്കിലല്ലേ മഴവിലുണ്ടാവുള്ളൂ. ആണോ? മഴവില് അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിച്ചു നടന്നോ? ഒന്നും പഠിക്കണ്ട. അയ്യോ, പ്രാവൻ ഇംഗ്ലീഷ് നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാടാ? എത്ര പ്രാവശ്യം പറടാ. നിനക്കെന്താടി പ്രാന്തായോ? ഒരു ഇംഗ്ലീഷ് പേരിലാണോ എല്ലാം ഇരിക്കണേ? ഓ സഹായം എത്തി. അയ്യോ എന്റെ പെത്തൊക്കെ. സാറ് വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? എന്നാ പറ, പ്രാവിന്റെ ഇംഗ്ലീഷ് പേരെന്താ? എടി പെണ്ണെ, ഒരു പക്ഷിയുടെ പേരാണ് പ്രാവ്. നിന്റെ പേരെന്താ? പ്രിയ. പ്രിയയുടെ ഇംഗ്ലീഷ് പേരെന്താ? പ്രിയ. ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല. കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലും ഇല്ല. ഇനി ആകെപ്പാടെ 2 എണ്ണം കൂടിയേ ഉള്ളൂ. അതെ, അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അരവിന്ദേട്ടന് ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാന്നുള്ള എൻ്റെ ആഗ്രഹമല്ലേ. പിന്നെ പണ്ട് മുതലേ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ. സോറി. അമ്മേ അമ്മേ, എനിക്ക് പ്രാവീൺ ഇംഗ്ലീഷ് അറിയാം. പിജിയൻ, PIGEON. ശരിയല്ലേ അമ്മേ? കരയണ്ട. മോൻ എന്താ ഇത് അന്ന് പറയാത്ത? മനു മറന്നുപോയി അമ്മ, ഇനിയും മറക്കില്ല. സോറി മോനു. അച്ഛൻ്റെ മോന PGN. ഒരു പാവം പ്രാവിന്റെ പേരാ. ചുമ്മാ അല്ലേ വിറ്റുന്ന നിലത്ത് കാത്ത്. കൃഷ്ണ, ചുമയ്ക്കുള്ള മരുന്നുണ്ടോ? ഇല്ല, ചുമ കുറയാനുള്ള മരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിശ്വാസായി ഇപ്പൊ തരാം. അതെ, ഈ മരുന്ന് വെള്ളത്തിലിട്ട് 2 തവണ ആവി പിടിക്കും. ഇത് രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. എത്രയായി? 51 ആദ്യം. ശരി. ഗുഡ് മോർണിംഗ് മുതലാളി. അത്ര ഗുഡ് മോർണിംഗ് ഇല്ല. ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് വയ്ക്ക് എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്. അയ്യോ, സത്യത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേൻ്റെ പിറന്നാളേനു. അപ്പോൾ വാപ്പ ലീവാക്കി. ഞാൻ ലീവാക്കിയില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടില്ല. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വരുന്നുണ്ടോ? ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, കുറച്ചേരി കടയിൽ നോക്കാൻ പറ്റും. അതിനെന്താ? എനിക്ക് ടൗണിൽ പോയി സ്റ്റോക്ക് എടുക്കാനുള്ള. എടുത്തോളി. ഇന്നിപ്പോൾ എൻ്റെ തലയിലായി. 2 ദിവസമായിട്ട് നല്ല കോളാണല്ലോ അല്ലേ? കാലം തെറ്റിയ മഴ, ഒടുക്കത്തെ ചൂട്, കാറ്റ്, എന്തുകൊണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യമാണ്. വരുന്ന വഴിക്ക് മുതലാളി ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചവറ് കൂമ്പാരം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. എന്തിനു? പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ദുഷ്ടത്തരം പറയേണ്ട, സാധനങ്ങൾ റാക്കിലേറ്റ്. അപ്പോഴേക്ക് ദുഷ്ടത്തരം. എൻ്റെ തീറ്റി. ഇന്നലത്തെ ബിരിയാണി നിങ്ങൾക്കും കൂടി ഉണ്ട്. എൻ്റെ പട്ടി തിന്നാ. സ്മെല്ലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യം എൻ്റെ ലൈലയ്ക്കൊരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ, എൻ്റെ വയറ്റുന്ന ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിൽക്കുക. കുറച്ച് നേരം ഇരിക്കാൻ പറയും. ഒരു പച്ച ഗുളികയുണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. പിന്നെ നിങ്ങളാട് കയറി എടുത്തോളി. നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് പെട്ടെന്ന് എടുത്തുക. എന്നാൽ ഞാൻ എടുത്തു തരുന്നവരെ കാത്തിക്കും. ഗ്യാസിൻ്റെ ഗുളിക, എന്നിട്ട് ഒന്നെ പഠിപ്പിക്കുക. അല്ല, ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് എടുത്തു തരല്ലേ? അവിടെ അത് 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 ഇതോ? ഇത് പച്ചയാ? ഇതല്ലേ? അതന്നെ. ഇതാ പേരെന്താണ്? ശുക്കൂർ. അപ്പം പച്ച മതി, പെട്ടെന്ന് മാറി കിട്ടും. കണ്ടില്ലേ? കണ്ടപ്പോൾ തന്നെ മാറണുണ്ടില്ലേ? അതാ പറഞ്ഞ് ഭയങ്കര സ്പീഡാ എടുത്ത് വിളിക്ക്. വേണ്ടേരി, എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാടെ 12 റുപ്യ. മാമനല്ല അരവിന്ദ്. അച്ഛാ നടിക്കാൻ ഞാൻ നന്നായി. മോള് അതിൻ്റെ ഇടയ്ക്ക് ഒരു തെണ്ടി ഗുളിക വാങ്ങാൻ വന്ന്. ഓഫീസിലെത്തിയോ? ഞാനെത്തി. ഞാൻ ഇവിടെ പഴയ മയത്തിൻ്റെ നോക്കളത്രം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് 2 കമ്പനീൻ്റെ ഉണ്ട്. 2ൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. എന്നിട്ട് ഏതാന്ന് തീരുമാനിച്ചിട്ട് പറയും. പൈസ ഒന്നും വേണ്ട, എനിക്കിവിടെ മരുന്നൊക്കെ ഫ്രീയാ. ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിട്ടാലും മുതലാളിയൊന്നും പറയില്ല. അത്രയ്ക്ക് ഓക്കെ ഓക്കെ. ഓയിൽമെന്റ് 2 നേരം കുടിക്കി, അല്ലല്ല പെരട്ടി. എന്നാ ശരിയാ. മനുവിന് കിട്ടിയില്ലല്ലേ? ഞാനും നോക്കിയായിരുന്നു. ആലീസിനും ഇല്ല. ആന കള്ളന്മാരാ ഇവരൊക്കെ. ലോട്ടാണത്രേ ലോട്ട്.
നല്ല ഡൊണേഷൻ കൊടുത്താൽ താനെ ലൂട്ടിൽ പേര് വരും. അല്ലെങ്കിൽ പിന്നെ അവരുടെ സഭയിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ കാര്യം തന്നെ കണ്ടില്ലേ, പറയുമ്പോൾ എല്ലാവരും ക്രിസ്ത്യാനികളാ. പക്ഷെ ആരെയൊക്കെ എടുത്താലും മറ്റു സഭയിലുള്ളവരെ ഇവരെടുക്കില്ല. ചാക്കോച്ചൻ പറയുന്നേ കറക്റ്റ്. ഇപ്പൊ എവിടെ ചെന്നാലും പാരന്റ്സിന്റെ സാലറി സർട്ടിഫിക്കറ്റ്, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാ ചോദിക്കുന്നത്. അതൊക്കെ ചുമ്മാ തന്നെ. ഈ ലിസിയുടെ മോന് സെന്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാ? അവളുടെ ഹസ്ബൻഡ് സ്കൂളിൽ പോലും പാസ്സായിട്ടില്ല. അതെ, അവളുടെ പപ്പ മിനിസ്റ്ററെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതാ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോൾ ആലീസിന് സെലക്ഷൻ കിട്ടാതിരിക്കോ? അവള് സ്മാർട്ടാണെന്ന് എനിക്കും അറിയാവുന്നതല്ലേ. മനു എന്താ മോശം? ആന കള്ളന്മാര്. നമ്മുടെ കുട്ടികളെ ഇവിടെയൊക്കെ പഠിപ്പിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലിസി, ഇരിക്കൂ. അല്ല, നിങ്ങളെ ഭാര്യയ്ക്കാരാ പ്രിയാന്ന് പേരിട്ട്? അതെ, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോവാം. കഴിയുന്നിടത്തോളം ഇതൊന്ന് കൊളാക്കി തരാം. ഓ, പൈസ വെച്ച് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നോക്കി പോയിക്കോളി, പാണ്ടിയിലൊരു തലങ്കം വെൽങ്കം പോണാ. അരവിന്ദ, മേനോൻ സാർ, ഇന്നലെ ബ്ലോസം സ്കൂളിലെ റിസൾട്ട് വരുന്നു പറഞ്ഞ് ചെന്ന് നോക്കിയോ? അത് ശരിയായില്ല സാറേ. എന്ത് പറ്റി? ഇത്തവണ അവനെ ഒരു കിളി ചതിച്ചു. വിജിയോൺ. കാക്കയല്ലേ? കാക്കയല്ലടാ, മുല്ലാക്ക. ഈ സ്കൂൾ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ എല്ലായിടത്തെയും പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം. വല്ല മന്ത്രിയോ MLA യോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും. മന്ത്രി ഇല്ലേ, ഒരു മുക്കറി ഉണ്ടാവുക മതിയാവോ? പോരെ? അങ്ങനെ ആരെയും പരിചയം? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും. ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ആ, ഒരു മാസമായിട്ട് ഇപ്പോൾ വരണമില്ല. ആ മരുന്ന് പലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു. ചവിട്ട് വെച്ചോ? ഇവന്റെ ഒരു കാര്യം. ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ശരി. ആ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്യ. ആ, മേനോൻ സാർ മരുന്ന് വെച്ച് കൊടുക്കും. ശരി, എന്നാ. ആസ്മേന്റെ ഗുളിയല്ലേ നിങ്ങൾക്ക് വേണ്ടേ? താൻ വാങ്ങിക്കും എൻ്റെ അടുത്ത്. എനിക്ക് വയറ്റുപോക്കിന്റെ ഗുളികയാണോ? രണ്ടിനും ഒന്ന് തന്നെയാ കൊടുക്കല്. ഒന്ന് പോടാ. ലിസി, അലന് സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത സാറില്ലേ? ജോർജ് സാറാണോ? ആ. പുള്ളി ഇപ്പോൾ കോഴിക്കോടാ. എന്തു പറ്റി? അല്ല, മനുവിന് ഒരാളെ വെക്കാൻ ആലോചിക്കുന്നുണ്ട്. അതാണോ കാര്യം? എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. ഞാൻ നമ്പർ തരാം. ശരി. മനുവിന്റെ അഡ്മിഷൻ ശരിയായില്ല അല്ലേ? ഏയ് അതല്ല, ഇപ്പോഴത്തെ പ്ലേ സ്കൂൾ നല്ലതാ. വീട്ടിന്റെ അടുത്തല്ലേ. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവിടെ തന്നെ പഠിക്കാലോ. പിന്നെ ഈ ട്യൂഷൻ? അത് അരവിന്ദേട്ടന്റെ നിർബന്ധമാ. എന്താ മോളെ നീ ഇന്നലെ വിളിക്കാത്തെ? ഇല്ലമ്മേ, ഞാൻ എന്തായി അവന്റെ കാര്യം? ഇനി വേറെ സ്കൂൾ നോക്കണം. അപ്പോ അതും ശരിയായില്ലേ? ഇല്ല. സാരമില്ല, മനുവിനെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. കുറച്ചു കാലമില്ലേ കണ്ടിട്ട്. മോളെ, നീ മനുവിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. ഞാനിവിടെ ഓരോരോ കാര്യത്തിന് ഓടി നടക്കുക. അതിലാർക്കും ഒരു വിഷമവും ഇല്ല. അച്ഛൻ അവന്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാ മതിയല്ലോ. നാളെയും കഴിഞ്ഞ് 2 ദിവസത്തേക്ക് അവധിയല്ലേ? അതാ അച്ഛൻ പറഞ്ഞത്. നോക്കട്ടെ അച്ഛാ, മനുവിന് ട്യൂഷനൊക്കെ ശരിയാക്കാനുണ്ട്. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റണേ. എന്നാ വരാൻ പറ്റാന്ന് ഞാൻ വിളിച്ച് പറയാം അച്ഛാ. ഇവിടെ അഡ്മിഷന്റെ കാര്യവും ഓഫീസിലെ തിരക്കോ എല്ലാം കൂടി ഒരുമിച്ച് വന്നോണ്ടാ. ആ, അത് മതി. ശരി അച്ഛാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അതുകൊണ്ട് കളഞ്ഞല്ലോ. ഒരു മൂടില്ല പോത്രേട്ടാ. എടാ, പ്രിയ അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഇപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടിയാലും മനു നാളെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് തന്നെയാണ് പ്രധാനം. ഏതായാലും നീ കാശ് മുടക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, സെക്രട്ടേറിയറ്റിലെ സിബി. നമുക്ക് അവനെ ഒന്ന് മുട്ടി നോക്കിയാൽ. ആര്? തള്ളു സിബി? അവനൊന്നും വേണ്ട, പോകാൻ പറ. നമുക്ക് വേറെ വഴി നോക്കാം. ഈ അറ്റൻഡർമാരെ പിയൂണും അങ്ങനെ തന്നെ മതിയാവുക. അങ്ങനെയാണ് എനിക്ക് പിടിപാടുണ്ട്. എടാ, അവനൊക്കെ വിചാരിച്ചാൽ വല്ല കാര്യവും നടക്കുമോ? പിന്നില്ലേ, അവന്മാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നടത്തുന്നത്. എന്നാലും ഈ സ്കൂളിലെ പ്യൂണിനെയും അറ്റൻഡറൊക്കെ കാണാന്ന് പറഞ്ഞാ ഞാൻ പോവില്ല. മതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? ഞാനീ അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി. വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കും? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ, ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് അറിയാം. അവിടെ. ശരി.
അയ്യോ ഹലോ നീ വന്നേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോ എന്നറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? Who are you? അശ്വിൻ. അശ്വിൻ? ഫാദർ. ഫാദർ? അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്? ഇതെന്താണോ, ഇത് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി. ഞാൻ നോക്കിയിരിക്കായിരുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്നാ. എന്തിനു? ഒരു കാര്യം. എന്ത് കാര്യം? അല്ല, ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ? നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാൽ. അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഡൊണേഷൻ വാങ്ങിയിട്ട് മോൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയായി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിൽ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലി തരാം. സെക്യൂരിറ്റി എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. എന്തിനാണ് ഇവിടെ ചുറ്റി കളിക്കുന്നത്? സാറിനോട് പറഞ്ഞ് ശരിയാക്കി തരും. ഒന്നും പറയണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വെളിയിൽ പോയേ, വെളിയിൽ പോടോ. ബൈക്ക് എവിടെ ഇരിക്കണേ? അതെ, പുളിമൂട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി. പുള്ളി ശരിയാക്കി തരും. അഡ്മിഷന്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ചെല്ല്. ശരി. താങ്ക് യു പീറ്റർ. യെസ് ടിന. ഹലോ, ഞാൻ പ്രിയ ആണ്. ഗ്ലോബൽ ഇമിഗ്രേഷനിലെ ലിസി പറഞ്ഞിട്ട്. ഓ ഓക്കെ. അതെ, എൻ്റെ മോന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതിന് വേണ്ടി. ബട്ട് ടൈമാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഫുള്ളി പാക്ഡ് ആണ് സ്കെഡ്യൂൾ. പിന്നെ മിസ് ലിസി ഒരുപാട് നിർബന്ധിച്ചിട്ടാ. അല്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഇത്തിരി സമയം മതി. ഓക്കെ, വീക്ക്ലി ട്വൈസ് ആക്കാം. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ ഈവനിങ് 5:30 to 7. അയ്യോ, 5:30യോ? അത് ഞാൻ മനുവിനെ കളിക്കാൻ വിടുന്ന സമയമോ? കളിക്കാനാ ഈ പ്രായത്തിലാ? വേറെ സമയത്തൊന്നും ഞാൻ ഫ്രീ അല്ല. അത് പ്രശ്നമല്ല, 5:30 ഓക്കെ. ഫോണിൽ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുതേ. ഫീസ് എത്രയാവും? മന്ത്ലി 1500. വീക്ക്ലി 3 hour ക്ലാസ്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? നോർമലി പേരൻസ് എന്നോട് പറയുന്നത് ഞാൻ കുട്ടികളോട് വെറുതെ സംസാരിച്ചാൽ മതി എന്നാണ്. പിന്നെ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ പരം ഇംഗ്ലീഷ്. ആൽഫബറ്റ്, നമ്പേഴ്സ്, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ ട്യൂസ്ഡേ തുടങ്ങാലോ അല്ലേ? ഓഫ് കോഴ്സ് മാം, ഓഫ് കോഴ്സ്. അഡ്രസ് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കൂ. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. മനു, അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത? അംബാനി അല്ലേ മോളെ? ഒന്ന് ബ്രേക്ക് കൊടുത്തു. എന്താ പറഞ്ഞേ? ഓ, തമ്പാൻ, പൂർണിമ തമ്പാൻ. ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഈ ഗതി വന്നല്ലോ എന്ന്. അതൊക്കെ സ്കൂളിൽ പഠിക്കുന്നത്. പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ? നമുക്ക് നോക്കാന്നേ. ഫോം നമ്പർ പറയൂ. 321. ഓൾ റൈറ്റ്, ഐ വിൽ ട്രൈ. ഞാനല്ലേ പറയുന്നേ. നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ. സെൻറ് ജോൺ 6, വിദ്യാശില്പ് 7, ഹോളി സെയിൻസ് 5, ബ്ലോസംസ് 6. മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ 2 കുറയും. അങ്ങനെയൊന്നുമില്ലേ? പള്ളിയിൽ വല്ല പിടിപാടും ഉണ്ടോ? അയ്യോ, ഇത് പള്ളി മാറിപ്പോയി. സാരമില്ല, കാശുണ്ടല്ലോ. അത് മതി, അത് മതി. എന്ത്? സിംഗിൾ പാരന്റോ? അയ്യോ, എങ്ങനെ മരിച്ചു? ഓ, കളഞ്ഞിട്ട് പോയതാണോ? then it's not a problem. അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഞാനല്ല, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. ഡോണ്ട് വറി. ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ.
ആ അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം. ഇത് കൂടുതലൊരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. ആ എന്താ സാർ? ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരിക, ഹോളി സയൻസിലെ. ഓ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വരൂ വരൂ വരൂ. 1-2 സ്കൂളൊക്കെ നോക്കി ഒന്നും ശരിയായില്ല. അങ്ങോട്ട് നിങ്ങളുടെ കുട്ടിക്ക് ABCD 1 to 10 ഒക്കെ എഴുതാൻ അറിയോ? അറിയാം സാർ. എൻ്റെ മോനും അറിയാം. ദാ ആയിരിക്കുന്ന അജിത് സാറില്ലേ, പുള്ളിക്കാരൻ്റെ മോനും അറിയാം ABCD 1 to 10 ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വേർതിരിക്കും? സെയിം ബുദ്ധി, സെയിം പ്രായം, സെയിം IQ, എല്ലാം സെയിം. പിന്നെ ഒരു കാര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാ, പാരൻസ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും. സാറേ ഈ ലോഗോ ഇടത് സൈഡിലല്ലേ? അയ്യോ, ലേബിൾ ഇടതുവശത്തല്ല, ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പാരൻസ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ. സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് TP. അരവിന്ദ് TP. ഓക്കെ. അരവിന്ദ് മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. TVS സ്റ്റാർ സിറ്റി. TVS. അത് സാറിന്റെ BMW 5 Series. 5 Series. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. സാറിന്റെ iPhone 6 Plus. 6 Plus. ഏതെങ്കിലും ക്ലബിൽ മെമ്പർ ആണോ? ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെയത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? മെട്രോപൊളിറ്റൻ. അവസാനമായിട്ട് എവിടെയാ ടൂർ പോയത്? കുറ്റാലം. അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ പോയിക്കോളൂ പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? സിംഗപ്പൂർ, ബാങ്കോക്ക്. സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ഈ അജിത് സാറിന് AC ഷോറൂമാണ്. ഇദ്ദേഹം മോള സ്കൂളിന് 20 AC ആണ് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ ജോൺ സാറില്ലേ, കൊട അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എൻ്റെ ഒരു ചെറിയ കടയാണ് സാർ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂട്ടിപ്പോവും. എൻ്റെ മാഷേ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണം, തട്ടുകാട്ടർ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെ ശരിയാവുക? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാറിൻ്റെ ഫീസ്? അയ്യോ, അത് വിട്ടേക്കൂ. ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാറേ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം. സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. If you're happy and you know it, and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you know it, and you really wanna show it. Clap your hands. No way, never. This is it. I'm single. Let the whole world know. ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മൈ സ്റ്റാറ്റസ് ഇസ് ചേഞ്ച്. ടീന ഈസ് സിംഗിൾ. പീരീഡ്. ഒരാവശ്യത്തെ കാര്യം പറഞ്ഞ മനുഷ്യനെ ഉപദ്രവിക്കണം. മനു എവിടെ പോയി? മനു ബാത്റൂം പോയി. I'll call you later, okay? മനു മനു എവിടെ? ഇവിടെയൊന്നുമല്ലല്ലോ. ഈശ്വര. മാമി, എന്നമ്മാ? മനു ഇവിടെ വന്നോ? ഇല്ലയേ. അയ്യോ, മുകളിലില്ല, താഴെ നോക്കട്ടെ. രവിച്ചേട്ടാ, മനു ഇങ്ങോട്ട് വന്നോ? ഒരു മിനിറ്റ്. ഇല്ല മോളെ, അങ്ങോട്ടില്ല. എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല. മനു, അമ്മ എവിടെയൊക്കെ നോക്കി നിന്നെ? ഒറ്റയ്ക്ക് പുറത്ത് പോരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി. ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രമായിരിക്കും മോനെ. ഞങ്ങളുടെ ചെറിഞ്ഞും വാലുണ്ടായിരുന്നു. ആണോ? ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്ത? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ? ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു ഇവിടെ വന്ന് നിക്ക. ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ടെൻഷനിലെന്നറിയോ? എത്ര തവണയായി ചോദിക്കുന്നു ഏത് കളറാണെന്ന്. അപ്പോഴൊക്കെ ഫോണിലല്ലാന്നോ? ടീന, ഇനി ഞാൻ മനുവിനെ പഠിപ്പിച്ചോളാം. സത്യം പറഞ്ഞ
മനു ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതൽ ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വണ്ടി കയറിയ ആൾ ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങനെ എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കണം. ക്യൂ കിടക്കുന്ന കിടാണ്ട. ആ വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി, ചെന്ന് കട തുറക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ഓർക്കും. ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ക്യൂ നിൽക്കാൻ ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയില്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരും. ഒന്ന് പിടിച്ചേ. പോയി ഓട്ടോ എടുക്ക. ചേട്ടാ, അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കിടന്നുറങ്ങടാ, വാങ്ങിക്കും എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. എന്തിനു കൊള്ളാം? എന്തെങ്കിലും താക്കോല് തരാൻ വന്നതാ. എന്റെ കാര്യം പോട്ടെ. ഓർത്തോ, ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്? ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വിട്ടുടുങ്ങാണ്ട് കഴിച്ചിട്ടായി. ഇവിടെ വീട് തല്ലി പൊളിക്കുന്ന തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ ദൈവമേ. അവൻക്ക് ഇവിടെ ആരെങ്കിലും പണി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിലെ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ആ, ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ? മോന്റെ അഡ്മിഷന് ഡൊണേഷൻ ആയി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളിപ്പോ എത്തി. നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് വന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞോടനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ, ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പം വരാം. പ്രിയ, എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ അരവിന്ദൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അച്ഛൻ അരവിന്ദേട്ട കുട്ടിയായിരുന്നു ഇപ്പൊ മരിച്ചതല്ലേ? അരവിന്ദ് 8ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദൻ്റെ അച്ഛന്. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവൻ്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞു. എന്തോ അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ. ഞങ്ങൾ രാവിലെ ഇവിടെ പോയിരുന്നു. അപ്പോഴാ ഇതൊക്കെ. പോട്ടടാ. അവളാകെ ടെൻഷനില്ല. ഈ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ടേ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. പാവ. ഇനിയും ദേഷ്യം വരാമല്ലോ. നീ ചെല്ല്, പോവാം. അരവിന്ദേട്ടാ, ഞാൻ ഓർത്തില്ല. അഡ്മിഷൻ, സ്കൂള്, ഓഫീസിലെ ലീവ് എല്ലാം കൂടി ആയപ്പോ. അതൊന്നും കുഴപ്പമില്ല. നോ പ്രോബ്ലം. മോൻ ഉറങ്ങിയോടി? ആ, അവൻ ഉറങ്ങി.
ആ പ്രിയ ഞാനാ. ആ ചേട്ടാ, നീ എവിടെ? ഞാൻ മാർക്കറ്റിലാ. എത്ര നാളായി ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട്? മൊത്തം തിരക്കിലായിരുന്നു മോളെ. ഫുൾ ട്രാവല്. ഓൾ ഡൺ. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ അതല്ലേ വിളിച്ചത്. സ്ട്രേറ്റ് എയർപോർട്ടിൽ നിന്ന് രാമപുരത്തേക്ക്. ആഞ്ചലയും കാണും കൂടെ. ആ അവസാനം ഏട്ടത്തിയമ്മയൊന്ന് കാണാൻ പറ്റുമല്ലോ. അളിയനുണ്ടോ വീട്ടിൽ? അരവിന്ദേട്ടൻ കടയില്ല. ആ ശരി ശരി, ഞാൻ മൊബൈലിലേക്ക് വിളിച്ചോളാം, കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തും. ശരി എന്നാ. ഓക്കെ ബൈ ചേട്ടാ. പ്രിയ. സോറി. പോയിക്കോളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോകാൻ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെയും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ, തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ? തുടങ്ങിയോ? കേട്ടില്ല, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ? നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? നീ അത് അന്നെങ്കിൽ വേറെ കണ്ണാടി വെക്കണം. അയ്യോ, അളിയ മുങ്ങിയില്ലല്ലോ. എന്തിനെടുക്കൂ? ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ ആളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്നത് നമ്മുടെ ഈ കുളം എവിടെ? പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം. അത് വിട്, കച്ചവടം എങ്ങനെ പോളില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തതുകൊണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ അളിയ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ കളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി, മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതിയും കൊടുക്കണം. പിന്നെ ആയുഷ്കാലം മുഴുവൻ അവരെ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയാ. ഒരു വരാറേ അമ്പലല്ലേ? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങനെയെ പോയത്. സഹിക്കാൻ. അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. പൈസ തരുന്ന ജർമ്മനിയിലായാലും കോന്തം തന്നെയാണ്. രാമ 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 പാഹിമ രാമ 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 പാഹിമ. ഹലോ, ആ ട്രീസ പറയൂ. ഇല്ല, ഞങ്ങള് നാട്ടിലാ. ഓ ഡേറ്റ് വന്നോ? വെള്ളിയാഴ്ചയോ? ഓ ശരി, താങ്ക് യു. ഞങ്ങൾ നാളെ തന്നെ എത്തും. ശരി ട്രീസ, ബൈ. എന്താ മോളെ? ഹോളി സെയിൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു, മനുവിന്റെ അഡ്മിഷന്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു അച്ഛാ, ഇനി അങ്ങനെ അവര് വിളിക്കില്ലെന്ന്. എന്താ മോളെ അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക? അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, അച്ഛന്റെ വരുമാനം എന്താ, മോനെ എന്തിനാ ഈ സ്കൂളിൽ തന്നെ ചേർക്കുന്നേ, അങ്ങനെ കുറെ ഉണ്ടെന്നേ. എന്ത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല അച്ഛാ, എന്ത് വേണമെങ്കിലും ചോദിക്കും. അരവിന്ദേട്ടാ, നമുക്ക് നാളെ തന്നെ പോണം. മാമനെ. ശരി ബൈ. ശരി ഏട്ടാ. ഓക്കെ അളിയ, അപ്പൊ കാണാം. ശരി അളിയ, കാണാം. ശരി. മോൻ നന്നായി പഠിക്കണം കേട്ടോ. അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. ഇനി എന്നാ അമ്മൂമ്മയെ കാണാൻ വരിക? ഞാൻ ഓടി വരും അമ്മൂമ്മേ. അപ്പൂപ്പൻ അങ്ങോട്ട് വരാട്ടോ കാണാൻ. അരവിന്ദന്റെ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ്. അയ്യോ,
ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്റെ SLC ബുക്ക് സൂക്ഷിക്കണം കേട്ടോ. 10-15 വർഷത്തെ അധ്വാന. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്. ജാതകം വേണ്ടി വരുമോ? വേണ്ടേ? ശരി. എന്താ അരവിന്ദേട്ടാ, ഈ കോപ്പി ഒന്നും ക്ലിയറേ അല്ല. എത്ര പറഞ്ഞാലും അരവിന്ദേട്ടൻ കേൾക്കുകയില്ല. ഒറിജിനലേ ക്ലിയർ അല്ല. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ നോക്കിയത് നന്നായി. അതിന്റെ ഒന്നും ആവശ്യമില്ലടി. ബികോം ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആവശ്യമുണ്ട്. വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ. എല്ലാത്തിനും കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. പിന്നെ അരവിന്ദേട്ടാ, സമയം കളയല്ലേ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു. എവിടുന്ന്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എങ്കിൽ അത് അപ്ലൈ ചെയ്താ പോരെ? അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷെ 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 വർഷം? ആ, അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി 3 വർഷം ലേറ്റ് ആവും. അപ്പോ എന്റെ അടുത്ത് ബികോം എന്ന് പറഞ്ഞത്? ബികോം എന്നല്ലേ പറഞ്ഞോളൂ. അരവിന്ദേട്ടാ, ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. പഠിക്കാൻ ഞാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ പറ്റിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രിയ. തിരുത്താൻ സമയം കിട്ടിയില്ല. അതാ സത്യം. എല്ലാവർക്കും ഉണ്ടാവും മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രാരാബ്ദത്തിന്റെ കഥകൾ. ക്ഷമിച്ചേക്കണോ? അരവിന്ദേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ദോശ ഉണ്ടാക്കട്ടെ? കഴിച്ചു. സോറി, നല്ല വിശപ്പുണ്ടായിരുന്നു. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടുന്ന കുമാർ സാർ തന്നെയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകൾ, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാണ്. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തൻ ഓടിച്ച എങ്ങനെയുണ്ടോ? ഭയങ്കരാവും. ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ദുബായിക്ക് വിട്ടോ. അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പോൾ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? സാർ ഒരു സംഭവം. അതെനിക്കറിയാം. അപ്പോ ദുബായിൽ നിന്ന് വന്നിട്ട് കാണാം. ദുബായ് അൽഹംദുലില്ലാ. അങ്ങനെയൊന്നുമില്ല, പ്രിയ ഞെട്ടും. എന്തിനാ പ്രിയ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത്? നിനക്ക് നടുവേനുള്ളതല്ലേ? ആ പുഷ്പത്തിനെ വിളിച്ചാ പോരെ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ നടുവേദനയോ അത് പുഷ്പയെ കാണാത്തതോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ തെറ്റിദ്ധരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താ കാര്യം? എടി, ഇത്തവണ നമ്മുടെ മോന് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഞാൻ എന്റെ വാരഫലം നോക്കി. ഈ ആഴ്ച എനിക്ക് വളരെ നല്ല സമയം. അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. അപ്പൊ ഇതിനാണല്ലേ ഈ സ്നേഹം കാണിച്ചത്? അതല്ല പ്രിയ, ഇന്റർവ്യൂവിന് നിന്റെ മുമ്പിൽ വെച്ച് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ആകെ കിടന്ന് പതറുകയും ചെയ്യും. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഓ, നിങ്ങളുടെ ബികോം ഡിഗ്രി പോലെ അല്ലേ? അല്ലാതെ ഈ കുമാർ സാർ പറഞ്ഞ ഐഡിയ താൻ വിചാരിച്ചത് പുഷ്പം പോലെ നടക്കും. കുറച്ച് നാളായല്ലോ നിങ്ങൾ പുഷ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അത് വിട്ടു. എടോ, ഈ ഗുളിക കൊണ്ട് തീരാത്ത സാധനത്തിന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോസ് പോയി. നോ പ്രോബ്ലം. പുഷ്പം പോലെ ശരിയായി തരാം.